ഇതെല്ലാം നമ്മൾ കുടുംബജീവിതത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും സൊസൈറ്റി തന്നെ ഒരു പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകാം ലീഗലി. അത് സത്യം പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ക്രമീകരണത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമില്ലായ്മ കൊണ്ടും പിന്നെ ഒരു ഹീലിംഗ് കിട്ടേണ്ട മേഖലയുള്ളത് കൊണ്ടാണ്. അതായത് സെയിം സെക്സ് ഒരു അട്രാക്ഷൻ, സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അതിൽ അൾട്ടിമേറ്റ്ലി ദൈവം ഒരു വിവാഹം എന്നുള്ള കാര്യത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പുതിയൊരു ജീവൻ ഉടലെടുക്കണം. ജീവന് കൊടുക്കുന്ന ഒരു പ്രക്രിയ അവിടെ ഉണ്ടാവണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കുടുംബജീവിതം നിലനിൽക്കുന്നത് തന്നെ. സെക്സിന് വേണ്ടി മാത്രമല്ല നമ്മളൊരു വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ജീവന് പുതുതായിട്ട് കൊടുക്കാനുള്ളൊരു കാര്യം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ മാത്രം താല്പര്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ റോങ് ആണ്. അവിടെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കുറവുകൾ ഉണ്ടാകുന്നത്? കുഞ്ഞ് പ്രായത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന നിമിഷം മുതൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഓരോ മുറിവുകളും ആ വ്യക്തിയുടെ ഓറിയന്റേഷനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു അമ്മയിൽ നിന്നും കിട്ടേണ്ട ആ ഒരു പരിചരണം കിട്ടാതെ വരുന്നൊരവസ്ഥ, ഒരു ഫാദറിൽ നിന്നും കിട്ടേണ്ട അവസ്ഥ കിട്ടാതെ വരുന്നത്, തുടർന്നുള്ള മുന്നോട്ടത്തിൽ ഉണ്ടാകുന്ന ചില അബ്യൂസുകൾ, ലൈഫിൽ കിട്ടുന്നതുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സ്വഭാവ സവിശേഷതകൾ, ഇതെല്ലാം ആ വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പിന്നീട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചറിവും ഇതിൻ്റെ ഒരു സൗഖ്യവും ശരിക്കും കർത്താവിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും തിരിച്ച് അവർക്ക് റീഓറിയൻറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഓറിയൻറ്റേഷനിലേക്ക് വരാനും ഒരു നല്ല വിവാഹ ജീവിതം നയിച്ചു കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു അനുഭവം. ഞങ്ങൾ ലിവിങ് വാട്ടേഴ്സിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനേകം കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടു, ഈ ഒരു ഹീലിംഗ് കിട്ടി തിരിച്ചു വന്നവർ. സോ ദർ ഈസ് ആൻ ആൻസർ ഫോർ എവറിത്തിങ്, എസ്പെഷ്യലി ഫോർ ദ ഫാമിലി ലൈഫ്. കർത്താവിൽ ഉത്തരമുണ്ട്. അത് കർത്താവിലേക്ക് വരണമെന്ന് മാത്രം. കർത്താവിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കൺഫ്യൂഷൻസിനും നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ നയിക്കും.